നിന്റെ കരത്തിലുള്ളത് തികയാതെ വരുമ്പോൾ ആമേൻ ചില നികത്തി കുറവുകളെ തീർക്കാൻ പിതാവിന്റെ കരം പ്രവർത്തിക്കാൻ പോകുന്ന സമയങ്ങൾ നീ കാണാൻ പോകുകയാണ്. കർത്താവായ യേശുവിന്റെ മുൻപിൽ 5000-ഓളം പുരുഷന്മാരും ഒത്തിരി ജനങ്ങൾ വന്ന് നിൽക്കുക. കർത്താവ് ഗലീല കടലിന്റെ അക്കരെ ചെന്ന് യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ കർത്താവായ യേശു പറയാണ്, ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്നാണ് അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുക? ഫിലിപ്പോസിനോട് ചോദിക്കുക. പക്ഷേ ഫിലിപ്പോസ് പറയണ, ഇത്രയും ആളുകൾക്ക് നമ്മളെല്ലാരും കൂടെ ഇന്നൊരു ദിവസം ജോലി ചെയ്താൽ തന്നെ കിട്ടുന്ന ശമ്പളം നമുക്ക് മതിയാവില്ല ഇത്രയും പേർക്ക് അപ്പം കൊടുക്കാൻ, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ. നോക്ക്, യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. തന്റെ ജനത്തിന്റെ കയ്യിലും ഒന്നുമില്ലായിരുന്നു. ഒരു ബാലന്റെ കയ്യിൽ മാത്രം 5 അപ്പവും 2 മീനും മാത്രമുള്ള. ഇതെവിടുന്നാ ഇതിന്റെ ഉറവിടം? നോക്കിക്ക്, യേശുവിന്റെ കരം ശൂന്യമാണ്. യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ യേശുവിനറിയാം ഈ പിതാവിന്റെ സന്നിധിയിൽ എല്ലാം ഉണ്ട്. പിതാവിന്റെ സന്നിധിയിൽ എല്ലാം ഉണ്ട്. യേശു ചെയ്തത് 5 അപ്പവും 2 മീനും കയ്യിലെടുത്തിട്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അതിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഓ ജീസസ്. 5 അപ്പവും 2 മീനും. യേശുവിന്റെ കരത്തിൽ ഒന്നുമില്ല. പക്ഷേ യേശു ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണം. യേശു ചെയ്യുന്നത് നമ്മൾ ചെയ്യണം. എന്താ യേശു ചെയ്തത്? യേശുവിനറിയാം ഇത്രയും പേർക്ക് വേണ്ടുന്നതായിരിക്കുന്ന അപ്പം, അവർക്ക് ഭക്ഷണം അവർക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ ഇല്ല. പക്ഷേ പിതാവിന്ന് അതെടുക്കാം. പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ പിതാവിന്റെ സന്നിധിയിൽ അതുണ്ട്. ഇന്നലകളിൽ കരഞ്ഞില്ലേ? ആ കരഞ്ഞതിനുള്ള മറുപടി അവിടെ ഉണ്ട്. ഇന്നലകളിൽ ചോദിച്ചില്ലേ? അതിനുള്ള മറുപടി അവിടെ ഉണ്ട്. നിന്റെ മനസ്സ് വേദനിച്ചില്ലേ? ആവശ്യങ്ങളെ ഓർത്ത് അതിന് വേണ്ടുന്ന മറുപടി എവിടെ ഉണ്ട്? പിതാവിന്റെ അടുക്കൽ ഉണ്ട്. ഈ കർത്താവിന്റെ കരം ശൂന്യമാണ്. പക്ഷേ പിതാവിന്റെ സന്നിധിയിലുള്ളത് അവൻ അതിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങി. നിനക്ക് ആവശ്യമുള്ളത് പിതാവിന്റെ സന്നിധിയിലുണ്ട്. നിന്റെ കരം ശൂന്യമായിരിക്കാം. ആ പിതാവിന്റെ കരത്തിൽ നിന്ന് നിനക്കത് ലഭിക്കും. ചാർന്ന ദൈവത്തെ സ്തുതിച്ചോ. ഈ പിതാവിന്റെ കരത്തിൽ അതുണ്ടെന്ന്. ഇത്രയും ജനങ്ങൾ 5000-ഓളം പുരുഷന്മാർ വന്ന് യേശുവിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഉപദേശങ്ങൾ കേൾക്കാനും സൗഖ്യത്തിനായും ഒക്കെ ആളുകൾ വന്ന് നിൽക്കുകയാണ്. 5000-ഓളം പുരുഷന്മാർ തന്നെയുണ്ട്. ഒരാൾക്കോ 2 ആൾക്കോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷെ ഇത്രയും ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അതിന് കഴിവില്ല. സാഹചര്യം നോക്കുമ്പം കഴിവില്ല. പക്ഷേ ഈ പിതാവുമായിട്ടുള്ള ബന്ധം, ഈ ദൈവമായിട്ടുള്ള ബന്ധം, കഴിവില്ലാത്ത സാഹചര്യങ്ങൾക്കകത്ത് അസാധാരണമായ അത്ഭുതങ്ങൾ കാണും എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഓ ജീസസ് ജീസസ് ജീസസ്. എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടില് ദൈനംതോറുമുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒന്നും മതിയാകുകയില്ലായിരിക്കാം. പക്ഷേ ഈ പിതാവിന്റെ കരത്തിലുണ്ട്. ഈ പിതാവിന്റെ കരത്തിലുള്ളത് നിങ്ങൾക്ക് ലഭിച്ചാൽ ആമേൻ ആമേൻ, അത് അത്ഭുതകരമായ ദൈവത്തിന്റെ നടത്തിപ്പുകളായിരിക്കും. ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യണം. നിങ്ങൾ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിതാവ് നിങ്ങൾക്കുള്ള ചിലത് നീക്കി വെച്ചത് നിങ്ങൾ കാണണം. ഇത് ഭൗതിക നന്മകളുമായി ബന്ധപ്പെട്ടും കൂടെയുള്ള ദൂതാണ്. വിശ്വസിക്കുമെങ്കിൽ വിശ്വസിച്ചോ. ദൈവം നിനക്ക് വേണ്ടുന്നത്, നിന്റെ കുടുംബത്തിന് വേണ്ടുന്നത് നിന്റെ കൺമുൻപിൽ നൽകാൻ മതിയായവനാണ്.